അമ്പലായിരുന്നു. അത് തറ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവിടെ മൊത്തം ഒലിച്ചു പോയി ഇവിടെ. അതായത് ആ ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്നു, ആ ഭാഗത്തൊക്കെ ഒലിച്ചു പോയി. അവിടെ ഈ ഭാഗം മൊത്തം ഈ ഒരു മുൻപുണ്ടായിരുന്ന മേഖലയല്ലാതെ അല്ല ആ നാട് മാറിപ്പോയി. ഞങ്ങൾ ആ കണ്ട നാടല്ല ഇപ്പൊ ഇവിടെ ഉള്ളത്, ഒക്കെ മാറിപ്പോയി. ഇവിടുത്തുകാരനല്ല, ഞാൻ തൊട്ടടുത്തുള്ള. ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, പല സ്ഥലങ്ങളും കാണാൻ വരുന്നുണ്ട്. എന്റെ കുടുംബം ഇവിടെ ചൂരൽമല ഉണ്ട്, അട്ടമലക്ക് പോകുന്ന വഴിയാണത്. ആളുള്ള ഒരു പാലാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ ഇങ്ങോട്ടുള്ളത്. വേറൊരു വഴി ഇതിനകത്ത് ഇല്ല, വേറൊരു വഴിക്ക് പോകാനില്ല. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. എത്രയോ ആളുകൾ ഇപ്പോ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എടുക്കണമെങ്കിൽ കോൺക്രീറ്റിന്റെ അടിയിലാണ് കിടക്കുന്നത്. ഈ വീട് നിലത്ത് പതിച്ചിട്ട് അതിനകത്ത് കിടക്കുന്നുണ്ട് കുറെ ആളുകൾ. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. വലിയ ഭാരമുള്ള എക്സ്കവേറ്ററും JCB ഒക്കെ ആണെങ്കിൽ താൽക്കാലിക പാലം നിർമ്മിച്ചതിന് ശേഷമേ ഇത് വരാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ആളുകൾക്ക് പോലും നടക്കാൻ കഴിയാത്ത പാലത്തിലൂടെ യന്ത്രങ്ങളും എത്തില്ല. നല്ല വലിയ JCB ഒക്കെ കൊണ്ടുവന്നിട്ട് വേണ്ടി വരും ഇതിലെ വരാന്. വളരെ ദുഷ്കരമാണ്. ഇപ്പൊ മലയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം പോകും. തീർച്ചയായും അതാണ് എൽദോ. വളരെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഇവിടെ ഈ രക്ഷാദൌത്യം നടക്കുന്നത്. കാരണം മലയിൽ നല്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മേഖല വീണ്ടും വെള്ളത്തിന് അടിയിലാക്കി പോകും. പിന്നീട് മറുകരയ്ക്ക് കടക്കാൻ പോലും കഴിയാത്തത്ര ഒരു ദുഷ്കരമായ സാഹചര്യമുണ്ട്. നമ്മൾ വന്ന പാലം അത് ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാൻ മാത്രം ബലമുള്ളതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ രാവിലത്തെ ദൗത്യം ഈ മേഖലയിലേക്ക്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന മേഖലയിലേക്ക് എക്സ്കവേറ്ററും JCBയും മറ്റ് വലിയ മെഷീനറികളും ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് താൽക്കാലിക പാലം നിർമ്മിക്കേണ്ടതുണ്ട്. അത് സൈന്യം അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ വരുമ്പോൾ തന്നെ അതിന്റെ ഉപകരണങ്ങളെല്ലാം തന്നെ വലിയ ലോറികളിലാക്കി ഇവിടേക്ക് കൊണ്ടുവരുന്നതിന്റെ കാഴ്ചകൾ കണ്ടിരുന്നു. അപ്പോൾ അത് എപ്പോൾ ആ പാലം നിർമ്മിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം വെള്ളത്തിന്റെ കുത്തൊഴുക്ക്, ഈ ഒരു മേഖലയിലെ കാലാവസ്ഥ, ഇതൊക്കെ തന്നെ ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പാലം നിർമ്മിക്കലാണ് ആദ്യ ഘട്ടത്തിൽ ഇന്നത്തെ പ്രധാന ദൗത്യം. ആദ്യ സ്റ്റെപ്പ് അതാണ്. അതിനുശേഷമേ നമുക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ, രക്ഷാപ്രവർത്തനം നടത്തുവാൻ കഴിയുകയുള്ളൂ. ഇന്നിപ്പോൾ ഈ ഒരു ബെയിലി പാലം ഉള്ളതുകൊണ്ട് ഒരുപാട് രക്ഷാപ്രവർത്തകർക്ക് ഇതിനോടൊപ്പം തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്ക് നടന്ന് പോയിട്ടുണ്ട്. നമുക്കും ആ ഒരു മേഖലയിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ കുടുങ്ങിക്കിടന്ന ഒരു പ്രദേശമാണ്. ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ആദ്യ ആഘാതം ഉണ്ടായ പ്രദേശമാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് നമുക്കിനി പോകേണ്ടതുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമ്മൾ ഇവിടെ നിന്നും നീങ്ങുകയാണ്. ഏകദേശം 3 കിലോമീറ്ററുള്ള ദൂരം ഇവിടെ നിന്നുണ്ട് എന്നാണ് അറിയുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്നും ഇനി മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്കൊപ്പം നടന്നു നീങ്ങുകയാണ്. എൽദോ, അനുമോദ് ആദ്യം സംസാരിച്ച ആ ചേട്ടന്റെ വാക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ മുകളിലേക്ക് ഇപ്പോൾ അനുമോദ് പോകുന്ന സ്ഥലത്ത് അവിടെ നിരവധിയായിട്ടുള്ള കോൺക്രീറ്റ് കൂനകൾക്കടിയിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. അത് മണിക്കൂറുകൾ എത്രയോ പിന്നിട്ടു, നമുക്ക് അവരിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. അവർക്ക് അതിജീവിക്കാൻ കഴിയട്ടെ ആ വലിയ പ്രതിസന്ധിയെ, ആ വലിയ വിഷമ വൃത്തത്തിൽ നിന്ന് അവർ കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കാം. മാത്രമല്ല, മുണ്ടക്കൈ ഭാഗത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. റിസോർട്ടിൽ, മദ്രസയിൽ, ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ, അതിനിടെ കുന്നിൻ മുകളിൽ പോലും ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം തിരിച്ചറിഞ്ഞ് ഓടി ഉയരമുള്ള ഭാഗത്തേക്ക് മാറിയ ആളുകളുണ്ട്. അവരെയൊന്നും പൂർണ്ണമായിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിരവധിയായിട്ടുള്ള ആളുകളെ ആ പ്രദേശത്ത് നിന്ന് ഇനിയും മാറ്റാനുണ്ട്. അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്, അങ്ങേയറ്റം കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു മനോഹരമായിട്ടുള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയിൽ നിന്ന് ഒരു ദുരന്തഭൂമിയുടെ തോരാക്കണ്ണീരിൻ്റെ കാഴ്ചയിലേക്കൊക്കെ മാറിയത് എത്രയോ പെട്ടെന്നാണ്. രാത്രി ഒന്ന് ഉറങ്ങിയ സമയത്ത് ആർത്തലച്ചെത്തിയ ഉരുളാണ് അത്. 2 നില പൊക്കത്തിൽ ആ പല വീടുകളെയും തൂത്തെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നനച്ചിരിക്കാതെ എത്തിയ ദുരന്തമായതുകൊണ്ട് തന്നെ ഓടിയൊളിക്കുക പ്രയാസകരമായിരുന്നു. അതറിഞ്ഞവർ കുറച്ചു പേർ മുന്നറിയിപ്പിൽ മാറി നിന്നത് അല്പം ആഘാതം കുറച്ചു എന്നൊക്കെ പറയേണ്ടി വരും. ഇത്രയും മരണം ഉയരുമ്പോൾ പോലും
മരണനിരക്ക് അത് കുത്തനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഉയരുമെന്നുള്ള സാഹചര്യമാണുള്ളത്. നൂറുകണക്കിന് ആളുകൾ അവിടെ ഉണ്ട്, കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അനുമോദ്, ഇപ്പോൾ നിങ്ങൾ ഈ പോകുന്ന വഴി തന്നെയാണോ ഈ ട്രീ വാലി റിസോർട്ടല്ലേ, ആ റിസോർട്ടും അല്ലെങ്കിൽ മറ്റേ ഇൻസ്പെക്ഷൻ ബംഗ്ലാവും ഒക്കെ അവിടെ നിന്നും ആളുകളെ മാറ്റുന്ന സാഹചര്യമൊക്കെ അത് ആരംഭിച്ചിട്ടുണ്ടോ? എൽദോ, നമുക്ക് ഇന്നലെ ഈ പറയുന്ന മേഖലകളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ 200ഓളം പേരെയാണ് മാറ്റിയിട്ടുള്ളത്. പക്ഷേ ഇനിയും ഒട്ടേറെ പേരുണ്ട്. അവരെവിടെയാണെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നുണ്ട്. ഇന്നലെ ഈ ഒരു സംവിധാനങ്ങളൊന്നും പാലമൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കിലോമീറ്ററോളം വളഞ്ഞ് മലയുടെ മറ്റൊരു വശത്തിലൂടെയാണ് രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തിയത്. മാത്രമല്ല, ഈ ആളുകൾ കൂട്ടമായി കുടുങ്ങിക്കിടക്കുന്ന മേഖലകളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലാണ് ജില്ലാ ഭരണകൂടത്തിനൊക്കെ ഉള്ളത്. ഇന്നിപ്പോൾ നമുക്ക് അവിടെ എത്തിയതിനു ശേഷമേ ഇനി ഏതെല്ലാം മേഖലകളിൽ ആളുകളുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. നമ്മൾ അങ്ങോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെയൊന്നും ഈ ഒരു ദുരന്തമുണ്ടായതിന്റെ ലക്ഷണം നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഒരു ദുരന്ത ഭൂമിക്ക് ഇപ്പുറത്ത്, ഈ ഒരു വഴിക്ക് അപ്പുറത്താണ് ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ കാഴ്ചകൾ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഇവിടെ അതായത് അനുമോദ്, ആ ദുരന്ത മേഖലയിലേക്ക് അനുമോദിന് എത്രമാത്രം നടക്കാനുണ്ട്, എത്ര ദൂരമുണ്ട്? 3 കിലോമീറ്ററോളം ദൂരമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അതിനു മുൻപ് തന്നെ ഈ ദുരന്തമുണ്ടാക്കിയ, ആഘാതം ഉണ്ടാക്കിയ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. എഴുതോ? ഓക്കെ, റൈറ്റ്. അനുമോദ് അങ്ങോട്ട് പോവുക. അനുമോദ് സംസാരിക്കുക പ്രയാസമാണ്, കാരണം കയറ്റം കയറിയാണ് അനുമോദിന്റെ യാത്ര. അനുമോദ് നീങ്ങുന്നത് അങ്ങനെയാണ്. മാത്രമല്ല ക്യാമറ ടീമിനും എളുപ്പമാകില്ല ഈ കയറ്റത്തിൽ ദൃശ്യങ്ങൾ പകർത്തുക എന്നുള്ളത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക്, അവിടുത്തെ രക്ഷാദൗത്യത്തിന്റെ കാര്യങ്ങളിലേക്ക്, അപ്ഡേറ്റുകളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്താം. വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. വേഗം മടങ്ങിയെത്താം. പുനർവിന്യസിക്കാം. അതിനുള്ള നിർദ്ദേശം ജോയിന്റ് ഡയറക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകൾ സംഭവിക്കാവുന്ന ഈ ഹോട്ട്സ്പോട്ടുകളെ പറ്റി എന്തെങ്കിലും വിവരം തദ്ദേശ വകുപ്പിൽ തന്നിട്ടുണ്ടോ? അല്ല, ലഭ്യമായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. കാരണം ഒരു ദുരന്ത സമാനമായ സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ നിർദ്ദേശങ്ങൾ പ്രധാനമാണ്. അതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാവും. എന്നാൽ അടിയന്തരമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടാവുകയും വേണം. അതിനൊരു തടസ്സവും വരില്ല. ഒരു കാര്യം നാട്ടുകാർ രാവിലെ പറയുന്ന കാര്യമാണ്. ഇന്നലെ വലിയൊരു ദുരന്ത ഭൂവിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു ഉരുൾപൊട്ടൽ ദുരന്തത്തെ നമ്മൾ നേരിടുന്നു. അതിനെ പഴയ രീതിയിലേക്ക് ആ ഗ്രാമത്തെ എത്തിക്കുക എന്ന വലിയ പ്രയാസകരമായിട്ടുള്ള ദൗത്യത്തിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പോവുക. ഒരുപാട് ജീവൻ